അപ്പാദാൻ കാരക്. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് അപ്പാദാൻ കാരക്കാണ് അല്ലെ. കാരക്കിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റൈറ്റ്? ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെ അപ്പാദാൻ കാരക്കാണ്. ജിസ്സെ കിസി വസ്തു കാ അലഗ് ഹോന പായാ ജാതാ ഹൈ. ഒരു വസ്തുവിൽ നിന്ന് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പോവാണ്, മീൻസ് അതിൽ നിന്ന് മാറിപ്പോവാണ്. അതിനെയാണ് നമ്മൾ അപ്പാദാൻ കാരക് എന്ന് പറയുന്നത്. संज्ञा के जिस रूप से किसी वस्तु के अलग होने का भाव प्रकट होता है उसे अपादान कारक कहते हैं. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിൽ നിന്ന് വിട്ടുപോണേനെയാണ് നമ്മൾ അപ്പാദാൻ കാരക് എന്ന് പറയുന്നത്. संज्ञा या सर्वनाम के जिस रूप से अलग होना, उत्पन्न होना, डरना, दूरी, തുലന करना ആദി का पता चलता है. എന്താണ്? ഒരു നൗണ് ഇല്ലെങ്കിൽ ഒരു പ്രോണൗണിൽ നിന്ന് അല്ലെ, ഒരു വേർഡിൽ നിന്ന് നമ്മൾ എന്താണ് വിട്ടുപോവാണ്. പിന്നെ എന്താ? ഉത്പൻ, അതിൽ നിന്ന് ക്രിയേറ്റ് ആവുകയാണ്. ഇല്ലെങ്കിൽ ദൂരേക്ക് മാറി പോവാണ്, കമ്പാരിസൺ വരികയാണ് അല്ലെ. അതിനെയാണ് നമ്മൾ അപ്പാദാൻ കാരക് എന്ന് പറയുന്നത്. ഓക്കെ, इसका विभक्ति चिन्ह से होता है. इसकी पहचान किससे, जैसे प्रश्नवाचक शब्द से भी की जा सकती है. മനസ്സിലായല്ലോ? ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ രൂപത്തിൽ കിസ്സേ അങ്ങനത്തെയൊക്കെ വേർഡ്സ് വെച്ചിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. इसकी വിഭക്തി സേ ആണ് അല്ലെ. ഇതിന്റെ വിഭക്തി ചിഹ്നം എന്താണ്? സേ ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, പേड़ से पत्ता गिरता है. മരത്തിൽ നിന്നും ഇല വീഴുന്നു അല്ലെ. ഒന്നിൽ നിന്ന് അത് വേർപെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയണത്? എന്തായിരുന്നു? അപ്പാദാൻ കാരക്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു സാധനത്തിൽ നിന്ന് എന്താണ് വിട്ടുപോണതാണ്. അലഗ് ഹോ ജാത്താ ഹെ. ദാറ്റ് ഈസ് ഈ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിരുന്നു. പേड़ से पत्ता गिरता है. രാമു ഘോഡെ സെ ഗിർത്ത അല്ലെ, ഗിർ ഗയ. റൈറ്റ്? അതും എന്താണ്? കുതിരന്റെ മുകളിൽ നിന്ന് രാമു വീഴുകയാണ് ചെയ്യുന്നത്. ഇസ് വാക്യ മേ ഗിർനെ കി ക്രിയ ഘോഡെ സെ ഹുയി അഥവാ ഗിർ കർ വഹ ഘോഡെ സെ അലഗ് ഹോ ഗയാ ഹെ അല്ലെ, വീണിട്ട് വേർപെട്ടു പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്? ഈ സേ ആണ് ഇവിടുത്തെ അപ്പാദാൻ കാരക്. ഘോഡെ സേ, അതിനെയാണ് അപ്പാദാൻ കാരക് എന്ന് പറയുന്നത്. ജിസ് ശബ്ദ മേ, ഏത് വേർഡിലാണോ അപ്പാദാൻ की വിഭക്തി ലഗ്തി ഹെ അല്ലെ, അപ്പാദാന്റെ വിഭക്തി ചിഹ്നം നിൽക്കുന്നത്, उसे किसी दूसरी वस्तु के पृथक होने का बोध होता है. അത് ആ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് വിട്ടുപോകണം. റൈറ്റ്? ഹിമാലയ സെ ഗംഗ നികൽത്തി ഹെ. ഹിമാലയൻ മൗണ്ടൻസിൽ നിന്നാണ് ഗംഗ ഉദ്ഭവിക്കുന്നത്. ശരിയല്ലേ? പക്ഷെ അത് അവിടുന്ന് വേറിട്ട് വരുവാണ്, മാറിപ്പോവാണ് ചെയ്യുന്നത്. മോഹനെ ഘടേ സെ പാനി ഠാല അല്ലെ. മോഹൻ എന്ത് ചെയ്തു? നമ്മളെ പാത്രത്തിൽ നിന്നും വെള്ളം ഇതാക്കുവാണ്. അതും വെള്ളം അവിടുന്ന് എടുത്ത് മാറ്റുവാണ് ചെയ്യുന്നത്, വേർപെട്ടു പോവുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അപ്പാദാൻ കാരക്. ഒരു സാധനത്തിൽ നിന്ന് വിട്ടുപോണത്, പക്ഷെ അതിന്റെ വിഭക്തി ചിഹ്നം എന്താണ്? സേ ആണ്. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.